all, welcome back to English Ladder. നിങ്ങൾ പലപ്പോഴും മലയാളം സംസാരിക്കുമ്പോൾ ആലോചിക്കില്ലേ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താ പറയുക എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിതൗട്ട് എനി ഡിലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ മിക്കവാറും ചോദിക്കില്ലേ നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളാണുള്ളത്. നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ ഡു യു ഹാവ് ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്ന് ചോദിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് നമുക്ക് സിംഗിളായിട്ടൊരു വാക്കുണ്ട്, അതാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിബ്ലിങ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡു യു ഹാവ് സിബ്ലിങ്സ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഡു യു ഹാവ് സിബ്ലിങ്സ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ വളരെ വിഷമിച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കില്ലേ. അതിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വൈ ആർ യു സോ അപ്സെറ്റ്, വൈ ആർ യു സോ അപ്സെറ്റ്. നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞത്, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി കുട്ടികളായാലും വലിയവരായാലും എവിടെയെങ്കിലും വീണിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മുറിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ വേദനിക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം, ഡസ് ഇറ്റ് ഹേർട്ട്, ഡസ് ഇറ്റ് ഹേർട്ട്. ഓക്കെ, ഡസ് ഇറ്റ് ഹേർട്ട് എന്ന് ചോദിക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ, ഇസ് ഇറ്റ് റെയിനിങ്, ഇസ് ഇറ്റ് റെയിനിങ്. അതിൻ്റെ അർത്ഥം എന്താ, മഴ പെയ്യുന്നുണ്ടോ, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇസ് ഇറ്റ് റെയിനിങ്. ഓക്കെ, നിനക്കിത് തനിയെ ചെയ്യാൻ കഴിയില്ലേ, നിനക്കിത് തനിയെ ചെയ്യാൻ കഴിയില്ലേ നമ്മൾ പലപ്പോഴും ചോദിക്കില്ലേ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം, എന്തെങ്കിലും ഹെൽപ്പായിട്ട് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് സമയമില്ലാത്തപ്പോഴാണ് നമ്മൾ മിക്കവാറും അത് ചോദിക്കുന്നത്. സോ നിനക്ക് തനിയെ ചെയ്യാൻ കഴിയില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ, കാൺട്ട് യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, കാൺട്ട് യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ഓക്കെ, കാൺട്ട് യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, അതാണ് നിങ്ങൾക്കത് സ്വയം ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക, ഇസ് ദിസ് ഹൗ യു ഡു ഇറ്റ്, ഇസ് ദിസ് ഹൗ യു ഡു ഇറ്റ്. ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്. പക്ഷെ ഇതിന് 2 വശമുണ്ട് കേട്ടോ. ഞാനത് പറയാൻ കാരണം ഇത് നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ലേ ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്, ആ ഒരു ടോണിൽ ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്താ, ഇത്തിരി ദേഷ്യത്തിലാണല്ലേ. മറ്റേതാകുമ്പോൾ ഇതിങ്ങനെയാണോ ചെയ്യുന്നത് നമ്മൾ ചോദിക്കുന്നു, അറിയാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പോൾ അതിൽ വ്യത്യാസം എങ്ങനെയാണ് അറിയണത്, ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇംഗ്ലീഷിൽ. സോ ആ ടോൺ മാറുന്നതനുസരിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറും. ഓക്കെ, ഇസ് ദിസ് ഹൗ യു ഡു ദിസ് എന്ന് ചോദിച്ചാൽ അത് ചീത്ത പോലെയാവും. ഓക്കെ, ഇത് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇസ് ദിസ് ഹൗ യു ഡു ദിസ്, അതിൻ്റെ ടോണിലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും എല്ലാവരോടും ചോദിക്കില്ലേ ഇനി എത്ര സമയം എടുക്കും അല്ലേ, ഇനി എത്ര സമയം എടുക്കും, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, എത്ര സമയം എടുക്കും. അതിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ ഹൗ ലോങ്, അതൊരു ഡ്യൂറേഷനാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, അതാണ് എത്ര സമയം എടുക്കും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ അവരുടെ മുഖത്തൊരു വിഷമം ഉണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കില്ലേ, ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ചോദിക്കില്ലേ. അതെങ്ങനെയാണ് ചോദിക്കണേ, ആർ യു നോട്ട് ഇൻട്രസ്റ്റഡ്, ആർ യു നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് ചോദിക്കില്ലേ. അതിൻ്റെ അർത്ഥം എന്താ, നിനക്ക് താല്പര്യമില്ലേ, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഇംഗ്ലീഷാണ് ആർ യു നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ചീത്ത പറയും വല്ലവരെയൊക്കെ, എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചോദിക്കും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യില്ലേ. കാരണം പറഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചോദിക്കും എന്നോട് ദേഷ്യമുണ്ടോ, അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കണേ, ആർ യു ആംഗ്രി വിത്ത് മീ, ആർ യു ആംഗ്രി വിത്ത് മീ എന്ന് ചോദിക്കില്ലേ. അതിൻ്റെ അർത്ഥം എന്താ, എന്നോട് ദേഷ്യമാണോ, എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കില്ലേ. അത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, അത് നല്ല രീതിക്ക് തന്നെ ചോദിക്കാം കേട്ടോ, ആർ യു ആംഗ്രി വിത്ത് മീ. ഓക്കെ, ഇനി ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരികയാണ്, ചിലപ്പോൾ 2 ഓപ്ഷൻസൊക്കെ ആയിട്ട് വരികയായിരിക്കും കേട്ടോ, 2-3 സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിലേതാ ഇഷ്ടം എടുത്തോളൂ കേട്ടോ, ഇതിലേതാ ഇഷ്ടം എന്ന് ചോദിക്കില്ലേ, ഇതിലേതാ ഇഷ്ടം, ഇതിലേതാ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക, വിച്ച് വൺ ഡു യു ലൈക്ക്, വിച്ച് വൺ ഡു യു ലൈക്ക്, ഇതിലേതാണ് ഇഷ്ടം. നമുക്ക് 2-3 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. സോ അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് വൺ ഡു യു ലൈക്ക്,
ഓക്കെ, വിച്ച് വൺ ഡു യു ലൈക്ക്? ഇനി നമ്മളൊരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കും വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിക്കില്ലേ? അത് വളരെ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വിൽ യു ബി അറ്റ് ഹോം? നീ വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണ് വിൽ യു ബി അറ്റ് ഹോം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ പോയാലും വീട്ടിലായാലും പല സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യണതാണല്ലേ ഇനി എന്തെങ്കിലും വേണോ എന്നുള്ളത് അല്ലേ? കടയിൽ പോകുമ്പോൾ ചോദിക്കും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? വീട്ടിലാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ചോദിക്കും ഇനി എന്തെങ്കിലും വേണോ എന്ന് നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കണേ? ഡു യു നീഡ് എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും വേണോ? അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. എന്താണ്? ഡു യു നീഡ് എനിത്തിങ് എൽസ്? ഓക്കെ, വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എക്സാമിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വരില്ലേ? ഈ ബട്ടർഫ്ലൈ വരാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതിനെന്താ ചോദിക്കുക? എന്താ ആകെ ടെൻഷൻ ആവണ്ടോ എന്ന് ചോദിക്കില്ലേ? ആകെപ്പാടൊരു ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ആ പറയുന്ന വാക്കിന് നമ്മൾ നെർവസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? ആർ യു നെർവസ്? അതായത് നമുക്ക് ആ ഒരു ടെൻഷൻ, പേടി എന്നല്ല അതിൻ്റെ അർത്ഥം. പേടി എന്നുള്ളത് വേറെയാണ്. പെട്ടെന്ന് വരുന്ന ആ ഒരു ടെൻഷൻ, ഉള്ളിൽ നിന്ന് വരുന്നൊരു വറി, അതിനാണ് നമ്മൾ പറയുന്നത് നെർവസ്. ഓക്കെ, ആർ യു നെർവസ്? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ പേടിയുണ്ടോ, ആ ഒരു വറി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആർ യു നെർവസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പലപ്പോഴും നമ്മളോട് ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കയറാല്ലേ. ഇത് നല്ല രസമുണ്ടല്ലോ, ഞാനും കൂടെ വന്നാലോ എന്ന് ചോദിക്കില്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? വാട്ട് ഇഫ് ഐ കം വിത്ത് യു? ഓക്കെ, ഞാനും കൂടെ വന്നാലോ? വാട്ട് ഇഫ് ഐ കം വിത്ത് യു? അതാണ് കേട്ടോ അതിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ അധികം സെൻറ്റൻസസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ്. മറക്കാണ്ട് യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 സെൻറ്റൻസസ് നിങ്ങൾ കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതല്ലാണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ വേറെ സെൻറ്റൻസസ് തന്നെ വല്ലതിൻ്റെയും ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ കോമൻറ്റ് ബോക്സിൽ മറക്കാതെ ഇടണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എവറിബഡി ലേൺ ആൻഡ് എൻജോയ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.